ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത് 1 മുതൽ 100 വരെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്ത് നമ്പറുകൾ. ഹിന്ദിയിൽ നമുക്ക് നമ്പർ അത്യാവശ്യമാണ്. കാരണം ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ 1 2 കണക്കാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ 10 ദിവസം ഞാൻ നാളെ വരാം, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കോ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിളിക്കോ, അതിനൊക്കെ ഒരു നമ്പർ അത്യാവശ്യം. ഒരാഴ്ചയിൽ നമ്പർ വേണ്ട, പക്ഷെ ഒരു ആ 2 പേര് വിളിച്ച് അല്ലെങ്കിൽ എനിക്ക് 2 സാധനം തരുമോ, അല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് ലീവ് തരുമോ, അതൊക്കെ പറയണമെങ്കിൽ ഹിന്ദിയിൽ നമുക്ക് ഇത് അറിയൽ വളരെ അത്യാവശ്യമാണ്. ഹിന്ദി നമ്പറുകൾ ഓക്കെ. 1 മുതൽ 10 വരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് 20 വരെ ഏകദേശം അറിയാമായിരിക്കും ഓക്കെ. പക്ഷെ നമുക്ക് 100 വരെ പഠിക്കൽ വളരെ അത്യാവശ്യമാണ്. 1 മുതൽ 100 വരെ ഒരു അടിസ്ഥാനം ബേസിക്കാണ് ഹിന്ദിയിൽ. അതായത് ബേസിക്കിൽ നമ്മൾ 1 2 3 നമ്മൾ പഠിച്ചത്, അതായത് 10 വരെ നമുക്ക് അറിയാം. പക്ഷേ 10 വരെ പോരാ, നമുക്ക് പഠിക്കേണ്ടത് ഒരു 100 വരെയെങ്കിലും നമുക്ക് മനഃപ്പാഠമായാൽ അതിനുശേഷം പിന്നെ 101 നമുക്ക് എളുപ്പമായിരിക്കും 1000 വരെയൊക്കെ ഓക്കെ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ എന്തെങ്കിലും പറ്റണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് അറിയൽ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കണക്ക് കൂട്ടാൻ അല്ലെങ്കിൽ 1 2 നമുക്ക് അറിഞ്ഞാൽ 100 വരെ ഏകദേശം നമുക്ക് ഒരു ഐഡിയ ഉണ്ടായി, അല്ലെങ്കിൽ പിന്നെ നമുക്ക് 100 വരെ കണക്ക് 1 2 അറിയാമെങ്കിൽ പിന്നെ നമുക്ക് 1000 2000 3000 അല്ലെങ്കിൽ 1,00,000 അങ്ങനെ കണക്ക് വരുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 1ാം ക്ലാസ് അല്ലെങ്കിൽ 2 3 ഇത്രങ്ങൾ പഠിക്കുന്ന സമയത്താണ് ഇത് പൊതുവെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് മലയാളത്തിൽ ഓക്കെ. ആ സമയത്ത് നമുക്ക് എന്താണ് അത്യാവശ്യം, 1 മുതൽ 100 വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് നമുക്ക് പഠിപ്പിച്ചു തരും. ഇത് ഡേ ആയിട്ടാണ് ടീച്ചർമാർ പഠിപ്പിച്ചു തരാം. ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ദിവസം 1 മുതൽ 10 വരെ, അതിനുശേഷം 11 മുതൽ 20 അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരലാണ് പതിവ്. അതുപോലെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൽ 50 വരെയാണ് ഞാൻ നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. 50 വരെ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 50 വലിയ പ്രശ്നമുള്ള കേസല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഞാൻ ഇത്ര മുതൽ ഇത്ര വരെ ഒരു ദിവസം 10 നമ്പർ പഠിക്കുകയാണെങ്കിൽ 10 നമ്പർ പഠിക്കും. അതിനുശേഷം പിന്നെ 11 മുതൽ 20 വരെ ഒരു ദിവസം പഠിക്കും. അത് നിങ്ങൾ ഷെഡ്യൂൾഡാണ്. പക്ഷേ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഫുൾ 50 ആയിട്ടാണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് നല്ല വിശദീകരിച്ചും ആ ലെറ്റേഴ്സിന് വിശദീകരിച്ചും പോകും ഓക്കെ. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ 1 മുതൽ 50 വരെയാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. 100 വരെ എന്തായാലും നമുക്ക് പഠിക്കാൻ വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് 100 വരെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 101 നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ 101 102 103 അത് എളുപ്പമല്ലേ. 152 53 അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മുന്നിൽ ചെറിയൊരു 100 അല്ലെങ്കിൽ പിന്നെ 200ലേക്ക് പോയി കഴിഞ്ഞാൽ 250 200 200 അങ്ങനെ പറഞ്ഞു പോയാൽ മതി ഓക്കെ. അതിനുശേഷം 300 300 എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ 1 മുതൽ 100 വരെ അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് ഇപ്പോൾ 175 നമുക്ക് ഹിന്ദിയിൽ പറയണമെങ്കിൽ 75 എത്രയാണെന്ന് നമുക്ക് ഹിന്ദിയിൽ പറയാൻ പറ്റണ്ടേ. അപ്പോൾ അത് പറയണമെങ്കിൽ നമുക്ക് 1 മുതൽ 100 വരെ മനഃപ്പാഠമാക്കേണ്ടി വരും. അതിനുശേഷം പിന്നെ നമുക്ക് എളുപ്പമായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പോൾ 1 അതുപോലെ തന്നെ 2 10 50 വരെ പഠിപ്പിച്ചു തരും. പക്ഷെ അതിന് മുമ്പ് എല്ലാ അക്ഷരത്തിലും 1 2 3 ഉണ്ട് ഓക്കെ. മലയാളത്തിലുണ്ട്, അതുപോലെ തന്നെ ഹിന്ദിയിലുണ്ട്. ഇത് ഇംഗ്ലീഷിലുള്ള 1 2 3 ആണ്. അപ്പോൾ ഹിന്ദിയിൽ 1 2 3 വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് മലയാളത്തിൽ 1 2 3 വരുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കലില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. മലയാളത്തിൽ 1 2 3 ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. 1 2 മലയാളത്തിൽ ഇങ്ങനെയാണെന്നാണ് പക്ഷെ നമുക്ക് ടീച്ചർമാർ ഇങ്ങനെയല്ല പഠിപ്പിച്ചു തന്നേക്കുന്നത്, നമുക്ക് ഇതാണ് പഠിപ്പിച്ചു തന്നേക്കുന്നത് ഓക്കെ. എന്നാലും ഒറിജിനൽ മലയാളമാണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഒറിജിനൽ മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഓക്കെ. അതുപോലെ തന്നെ ഹിന്ദിയിൽ എന്ന് വെച്ചാൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെയൊന്നും 1 2 നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ ഹിന്ദിയിലും അതുപോലെ തന്നെ ബാക്കി ഭാഷകളിലൊക്കെ മുഴുവനായിട്ടും അവനവരുടെ ഭാഷകളുണ്ടാവും. ആ ഭാഷയ്ക്കനുസരിച്ചാണ് അവർ 1 2 എഴുതുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 2 ഹിന്ദിയിലായിരിക്കും ചിലപ്പോൾ കാണപ്പെടുന്നത് ഓക്കെ. അപ്പോൾ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ അക്ഷരങ്ങളില്ല. ബാക്കിയൊക്കെ എല്ലാ ഇതിലും അക്ഷരങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഹിന്ദിയിൽ വരുമ്പോൾ 1 2, ഇംഗ്ലീഷ് 1 2 അല്ല. നമുക്കിവിടെ കാണാൻ പറ്റും 1 2 3 4 5 6 7 8 10 വരെയുണ്ട് അക്ഷരം. ഇത് ഹിന്ദിയിലുള്ള 1 2ൻ്റെ എഴുത്താണ് ഇതിങ്ങനെ. ഇത് നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ഇംഗ്ലീഷിലുള്ളതാണ്. പക്ഷേ മലയാളത്തിൽ ഈ ഇംഗ്ലീഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്പർ ഇങ്ങനെയല്ല, ഹിന്ദിയിൽ വേറെ നമ്പറാണെന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് 1 മുതൽ 50 വരെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ.
ഫസ്റ്റ് നമുക്ക് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും 10 വരെ, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. ഓക്കെ, ഫസ്റ്റത്തെ ഇതിന് നമ്മൾ പറയുന്നത്, ഈ ലെറ്ററിന് പറയുന്നത് ഏക് എന്നതാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു അക്ഷരത്തിൻ്റെ അല്ലെങ്കിൽ ഈ നമ്പറിൻ്റെ അക്ഷരം, അതായത് എഴുത്ത് രൂപമാണ് ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഈ ഒരു നമ്പറിൻ്റെ എഴുത്താണിത്. ഓക്കെ, ഇപ്പോൾ ഇതിനെന്താ വായിക്കുക ഇംഗ്ലീഷിൽ 1 എന്നാണ്. ഓക്കെ, പക്ഷേ ഇതിൽ ഇങ്ങനെ നമ്മൾ എഴുതി വരിക, അതുപോലെ തന്നെയാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് 1, 2 അങ്ങനെ. ഇതാണ് ഈ ഒരു ചിഹ്നത്തിൻ്റെ ഉച്ചാരണമാണിത്, ഈ ഒരു ചിഹ്നത്തിൻ്റെ ഉച്ചാരണമാണിത്, ഈ ഒരു നമ്പറിൻ്റെ ഉച്ചാരണമാണ് ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് ഇതിന് നമ്മൾ പറയുന്നത് ഏക് എന്നതാണ് ഹിന്ദിയിൽ പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ 1 എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ എഴുത്ത്. ഓക്കെ, അതിനുശേഷം ഇത് വായിക്കണമെങ്കിൽ നമുക്ക് ഹിന്ദി ആദ്യം ആയി അറിയാൻ വളരെ അത്യാവശ്യമാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനുശേഷം ഈ ഒരു സംഖ്യ അല്ലെങ്കിൽ പിന്നെ ഈ ലെറ്ററിന് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ നമ്പറിന് നമ്മൾ പറയുന്നത് ദോ എന്നതാണ്. ഓക്കെ, അതിനുശേഷം തീൻ, ഇത് തിന്നല്ല വായിക്കേണ്ടത്, ഇത് തീൻ എന്നാണ്. ഇപ്പുറത്ത് വരുമ്പോൾ ഇപ്പുറത്തൊരു ഇങ്ങനെ നീളത്തിലൊരു വള്ളി, അതായത് മുകളിൽ കൂടെ വരുമ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് തീൻ എന്നതാണ്. ഇപ്പുറത്താണെങ്കിൽ തിൻ എന്ന് വായിക്കുക, ഇത് തീൻ എന്നാണ് വായിക്കുക. അതിനുശേഷം ഇത് ചാർ, പാഞ്ച് എങ്ങനെയാണ് ഇത് വായിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പാ, അതിനുശേഷം ഒരു വടിയുണ്ട്, അതിനുശേഷം ഇവിടെ ഒരു കുത്തുണ്ട്. ഈ കുത്താണ് ഒരു എന്നിൻ്റെ ഒരു ഉച്ചാരണം വരുന്നുണ്ട് ഇതിൽ, പാ എന്നൊരു ഉച്ചാരണം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ ഇതിനെ വായിക്കുന്നത് പാഞ്ച് എന്നതാണ്. അതിനുശേഷം ഇത് ഛേന്ന് മാത്രമല്ല ഒരു ഹാൻ്റെ ഒരു ഉച്ചാരണം വരുന്നത്, എന്നൊരു ഉച്ചാരണം വരുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ ആ എഴുതിയതിനു ശേഷം 2 കുത്ത് അങ്ങനെ കൊടുക്കൂലേ ലാസ്റ്റിൽ, അപ്പം അങ്ങനെ ഒരു ഉച്ചാരണം, അങ്ങനെ ഒരു ചിഹ്നമാണ് ഇത് ഹിന്ദിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം 7, 8, 9, അതിനുശേഷം 10. ഇതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ട് വരും, അതായത് ചെറുതായിട്ടൊന്ന് ടഫായിട്ട് വരും. ഓക്കെ, 11, ഇത് എല്ലാത്തിനും ഹാ എന്ന് അവസാനം വരും. ഈ 2 അക്ഷരം ഒഴികെ ബാക്കിയൊക്കെ സെയിം ആയിട്ടുള്ള ഹാ എന്ന് വരും. അതിനുശേഷം ഇത് വരുന്നത് അടുത്ത നെക്സ്റ്റ് അക്ഷരങ്ങളിലേക്ക് എന്ന് പറഞ്ഞ ഒരു ഉച്ചാരണം വരും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നോക്കാം. 11, ഇത് ഗാ പകുതിയാണ്. അതിനുശേഷം ഗായും യായും മിക്സ് ആയിട്ടുള്ള ഒരു അക്ഷരമാണ് ഗ്യാറഹ്. ഓക്കെ, അതിനുശേഷം 12, 13, 14, 15. ഇതൊരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എഴുത്താണിത്. പായും അതിനുശേഷം ഒരു പുള്ളിക്കുത്തും ദായും റായും. ഇതിൽ റാ എന്ന് പറഞ്ഞ ഒരു അക്ഷരമുണ്ട്, അതിനുശേഷം ഹ, ഇതിന് പറയുന്നതാണ് 15. അതിനുശേഷം സോല, 17. ഇത് ഒരു തായും പിന്നെ ഒരു റായും ഉണ്ട് ഇതിൽ, അതാണ് ഇങ്ങനെ കാണുന്നത്. ഇത് 2 തായല്ല, ഇത് ഒരു തായും പിന്നെ ഒരു റായിൻ്റെ ചിഹ്നമാണ്. ഓക്കെ, 17. അതിനുശേഷം 18, അതിനുശേഷം 19, അതിനുശേഷം 20. അപ്പോൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ വായിക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറയാണ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതിനുശേഷം വായിക്കുമ്പോൾ 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അങ്ങനെയാണ് സ്പീഡിൽ വായിക്കുക. ഇത് നിങ്ങൾക്ക് കുറേ പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, 21. ഇതെങ്ങനെ വായിക്കുക? 21. അതിനുശേഷം 22, 23, 24, 25, 26. ഇത് ഡബിൾ ബി ആണ്, ബി. അപ്പോൾ കുറച്ചുകൂടി 2 ബി വരും. 26, 27, 28, 29, 30. അപ്പോൾ ഇങ്ങനെ വായിക്കുക 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഓക്കെ, സ്പീഡിൽ വായിക്കുകയാണെങ്കിൽ. ഓക്കെ, പതുക്കെ വായിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞു തന്നു നിങ്ങൾക്ക്. ഓക്കെ, അതിനുശേഷം പിന്നീട് നമുക്ക് വരുന്നത് 31. ഇത് 31 ചിലർ വായിക്കും, അതുപോലെ തന്നെ ചിലർ 31 വായിക്കും. ഓക്കെ, രണ്ടിലും കുഴപ്പമില്ല. ഓക്കെ, 2 വായിച്ചാലും കുഴപ്പമില്ല. അധികം വായിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കും എങ്ങനെ? 31 എന്നാണ്. നമ്മൾ സ്ലോയിൽ വായിക്കുകയാണെങ്കിൽ നമ്മൾ 31 എന്ന് വായിക്കും. അധികം 31 ചിലർ വായിക്കലുണ്ട്. അത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ സ്പീഡ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 5, 6 അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ സ്പീഡ് കൂടില്ലേ? 5, 5, 6, 5, 6 അങ്ങനെ സ്പീഡ് കൂടുമ്പോൾ അങ്ങനെ നമുക്ക് ചിലർ പറയലുണ്ട്. പക്ഷേ എഴുതുന്ന സമയത്ത് നമ്മൾ 31 എന്നതാണ് ഇത് സ്ലോയിൽ ഉച്ചരിക്കുക. അവന് 31 ചിലർ ഉച്ചരിക്കും. 31 രണ്ടും കണക്കാണ്, കുഴപ്പമില്ല. ഓക്കെ, 31 ആണ് ഇത് വായിക്കേണ്ടത്, യഥാർത്ഥമായ ലെറ്റർ. ഓക്കെ, പിന്നെ 32. ഇതെന്ന് വെച്ചാൽ ഡബിൾ തായാണ് ഇതിലുള്ളത്. ഇതെങ്ങനെ? ഈ താ 2 വട്ടം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒരു മുകളിലൊരു ചിഹ്നം വരുന്നത്, വടി പോലത്തെ. അതിനുശേഷം ചെറിയൊരു തായ. അപ്പോൾ ഇതിന് പറയുന്നത് 32. അതിനുശേഷം 33.
തേത്തീസ്. അപ്പോൾ തേത്തീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എൻ ഞാൻ പ്രത്യേകം മാറ്റി എഴുതിയിട്ടുണ്ട്. കാരണം ഈ ഒരു എൻ ഒരു ചിഹ്നം വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ തേത്തീസിന് വായിക്കും എന്ന് വിചാരിച്ചുകൊണ്ട്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വരുന്ന സമയത്ത് തേത്തീസ് എന്നാണ് ഇത് കാണുന്നത്. ഇത് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നിനെ പ്രത്യേകം എടുത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബാക്കി എല്ലാത്തിനും എഴുതിയിട്ടില്ല, കാരണം ഇത് പ്രത്യേകം പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ നമ്മൾ തേത്തീസ് എന്ന് വായിക്കാൻ നമുക്ക് പറ്റും, പക്ഷെ ഇത് തേത്തീസ് എന്നതിൽ നമ്മൾ ഒരു എന്നെ ഒഴിവാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ തേത്തീസ് എന്ന് പറഞ്ഞ് പ്രത്യേകം എന്നെ ഞാൻ മാറ്റിയത്. ബാക്കി ഒന്നും മാറ്റിയിട്ടില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കുന്ന സമയത്ത് തേൻ തീസ് എന്ന് വായിക്കണം. ഒരു എന്ന് എന്ന് എന്നൊരു ഉച്ചാരണം അത്യാവശ്യമാണ് ഇതിൽ, എന്നാലേ ഒരു ഹിന്ദിയിലെ രീതിയിലാവുള്ളൂ. അല്ലെങ്കിൽ തേത്തീസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ തേൻതീസ് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിയായ ഒരു രീതി. ഓക്കെ, അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തേത്തീസ് എന്നതാണ് ഇത് പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തേത്തീസിന് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഒരു രീതി വരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അങ്ങനെ. ഓക്കെ, അപ്പോൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുക, തേത്തീസ് തേത്തീസ് തേത്തീസ്, അതിനുശേഷം ചോത്തീസ്, അതിനുശേഷം पैंतीस पैंतीस पैंतीस, 36 37 38 39 40. അപ്പോൾ ഇങ്ങനെയാണ് വായിക്കുക. ഇങ്ങനെ ഇപ്പോൾ മൊത്തം സ്പീഡിൽ വായിക്കുകയാണെങ്കിൽ 31 32 33 34 35 36 37 38 39 40. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റ്. ഓക്കെ, 41 41 41 42 43 44 45 46 47 48 49 50. ഒന്നുകൂടി പറയാം, 41 42 43 44 45 46 47 48 49 50. ചിലരിത് ഉൻചാസിന് വായിക്കും, ചിലരിത് ഉണിച്ചാസ്. ഓക്കെ, ഉണിച്ചാസിന് വായിക്കലുണ്ട്. ഓക്കെ, അതിനുശേഷം ഇത് 50. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ, അതായത് 1 മുതൽ 50 വരെ പഠിപ്പിച്ചു തന്നു ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ മനസ്സിലാക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് സെറ്റിങ്സ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.